ആ മേട്ടോടത്തോട് വൈക്കോലിൻ്റെ ഐക്ക് എന്താ ഈ കാട്ടണ്? പണിക്കാര് പണിയെടുക്കൽ പോരാ. അത് ഇന്നലെ രാത്രി അയിഞ്ഞു വന്നാ ഒരു പോത്ത് അയിഞ്ഞു പോയി. ഇങ്ങോട്ട് വന്നത് പറഞ്ഞാൽ അവിടുന്ന് ഈ പോത്താളെ കണ്ടേക്ക് അവിടുന്ന് അയിഞ്ഞു വന്നതാ. ഇന്നലെ രാത്രി 2:30 മണിക്ക് അയിഞ്ഞു വന്നാണ് ആ പോത്ത്. എന്നിട്ട് ഇവിടെ ഇട്ടിട്ട് കെട്ടിട്ടാ. ഇന്നത്തെ പരിപാടി നമ്മൾ വൈക്കോലി കൊടുക്കുക. നല്ല വൈക്കോലി തീറ്റ പുല്ലില്ലെങ്കിൽ ഉണ്ടല്ലോ വൈക്കോലും നല്ല തിന്നും. പിന്നെ രാവിലെ നമ്മൾ പച്ചളം നന്നായിട്ട് കാട്ടും ചെയ്യും. നിൽക്കണേ തൊള്ളാട്ടി ചോരന്ന് കിട്ടാൻ വേണ്ടിയിട്ടേ വൈക്കോല് കിട്ടാൻ വേണ്ടി നിൽക്കുക. നല്ല തിന്നൂട് തിന്ന് വയറാ വൃത്തിക്കും. 10 മണിക്ക് 9 മണിക്ക് ശേഷം വെള്ളത്തിലെ മക്കളങ്ങളൊക്കെ ഇനി തെങ്കുയിലാവും. ഇത് 3 മണി വരെ നിങ്ങൾക്ക് തീറ്റല്ല പറഞ്ഞില്ലാന്ന് വേണ്ട. തിന്നൂട് മക്കളെ നല്ല പോത്തുംകുട്ടിയാണിത്. നല്ല തീറ്റും വെള്ളം കൂടിയുള്ള സൂപ്പർ പോത്തുംകുട്ടിയാണ്. നിർത്താൻ കണ്ടില്ല. ഇതൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞ 2 മാസം കൊണ്ട് ഒരു പ്രത്യേക ലെവല് പോത്താവും. എന്താ അതിന്റെ കൊമ്പൊക്കെ കണ്ടില്ലേ? എന്താ പോത്തിന്റെ കൊമ്പൊക്കെ? ഇത് മൂക്കയറുണ്ടേ ഒരു ഇതുള്ള കാരണം. കാണാ തിന്നോ ആ മതിൽമൊക്കെ വെച്ച് വരട്ടിയിട്ട് മുറിയാക്കിക്കണ് കയ്യിലും കയ്യൊക്കെ കയറ് ചിറ്റിക്ക. ഇങ്ങോട്ട് വന്ന് തിന്ന് കാൽമ വിട്ടല്ലേ കാൽമ വിട്ടാ നകാണ്ട് പറഞ്ഞു പോകും. ഈ തോത്തിലേക്കണ പോത്താണ് ഈ നിക്കണ ആളൊക്കെയാണ്. അതല്ല പറഞ്ഞത് തോത്തിൽ നിക്കണതാണ്. ഏതാണ്ട് ഇപ്പൊ കച്ചവടം വിട്ട ഇപ്പൊ കൊണ്ടുപോകും പോത്താളൊക്കെ. നല്ല ബൈക്കോലിങ്ങനെ തിന്ന് അരച്ച് വിടുകള്. ഇന്നലെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. കച്ചവടം ആയിട്ടില്ല. ഇനിയിപ്പോ ഇന്ന് വരും. നല്ല തീറ്റക്കാരാ. ചില്ലറ തീറ്റക്കാരൊന്നുമല്ല. റപ്പായിയാണ് റപ്പായി. ഈ നിൽക്കണ 3 ആളും റപ്പായിയാ. നല്ല വിടണ വൈക്കോല് ഇങ്ങനെ അയഞ്ഞ് ഇറക്കുകയാണ്. അല്ല നല്ല തീറ്റക്കാരാ. തീറ്റയിലൊരു കുറവില്ല. വലിച്ചൂട് ഒരു പിടിയാ വലിക്കണ് ഒരൊറ്റപ്പിടുത്തത്തിൽ. ഇനി കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വിമ്മിംഗ് പൂളിലേക്ക് ഉണ്ടാവും. തെങ്ങിൻ്റെ കടക്കേ സ്വിമ്മിംഗ് പൂളുണ്ട്. ഇതിൽ കൊടുന്നിടും. എന്താണ് ചങ്ങായ പോത്തിനെ മേടിക്കാൻ വന്നിട്ട് വിലണ്ട് പറയുമ്പോഴത്തേനും ഓടല? ഇങ്ങനെയാണ് എൻ്റെ കച്ചവടം. എന്താ എനിക്ക് പോത്ത് വേണ്ടേന്ന് എന്നോട് ചിന്ത ചിരിക്കണം. എന്നിട്ട് പോത്തിനെ കണ്ടേക്ക് പോത്തിനെതാ അതാ ഓടണതാ. അതൊന്നും മുണ്ടാതെ ഓടണ്. ഉള്ള വൈക്കോലൊക്കെ നമ്മളെ വീട്ടിൽ നിറച്ച് ഓടുന്നിട്ടുണ്ട്. എന്നിട്ട് പോത്ത് വേണോ ചോദിച്ചേക്ക് പോത്തിനെ വില പറഞ്ഞേക്ക് ഓടുക. അപ്പൊ നമ്മള് മിൽസൗഡായിട്ട് വന്നിട്ടുണ്ട്. മിൽസൗഡ് ഇതാണ് ചെറിയ ശക്തി വരുന്ന സാധനം. അത് ശക്തി വരുന്നേ ഇതാ ആ ചെരിഞ്ഞ് ഇനി ഒരു 3 മണിക്കൂർ കിടന്നിട്ടാണ് കുതരുത്. എന്നിട്ടാണ് നമ്മൾ പോത്തിന് കാട്ടുക. അല്ലെ ഈ പോത്തിന്റെ അണ്ണാക്കി പോയി അടഞ്ഞാലേ പോത്താണ് പഞ്ചത്താവും. അപ്പൊ നമ്മളിതൊക്കെ ഇട്ട് റെഡിയാക്കിക്കാൻ എന്നിട്ട് കൈകൊണ്ട് ഒന്നിട്ട് ഇളക്കുക. അജമാംസ രസായനം കക്കടി പുറത്ത് മുന്നേ അജമാംസ രസായനം ഉണ്ടാക്കിയിരുന്നു. അതേപോലെ ഇളക്കും. ഇനി അത് കഴിഞ്ഞിട്ട് തോളത്തൗട് വേണ്ട ഇറക്കി കൊടുക്കും. എല്ലാം കുതിർത്തണം. ഒരാളവിടെ തിരുമ്പുണ്ട് തലക്കടിക്കണോ? എല്ലാം കുറുക പറയും. അല്ലാണ്ട് ഇളക്കി മറിച്ചിട്ട് ഇനി ഒരു 2-3 മണിക്കൂർ നമ്മൾ ഇത് എടുത്തേക്കും. അത് കഴിഞ്ഞിട്ട് അതിലുണ്ട് വെള്ളം കാട്ടുക. അപ്പൊ വെള്ളം കുടിച്ചും കൊണ്ടിരിക്കുകയാണ്. തവിടും വെള്ളം കുടിച്ചും കൊണ്ടിരിക്കുകയാണ്. എല്ലാം കുടിച്ചൂട് അങ്ങോട്ട് കുടിച്ചൂട്.